നോക്കിയേ അടർന്ന് വീണ് കൊടുക്കണം നോക്കിയേ മുകളിൽ നിന്ന് ഇതൊക്കെ വീഴാറായിട്ട് നിൽക്കുന്ന കേട്ടോ അതൊക്കെ സീന് ഏതൊക്കെ ഉണ്ടോ റോട്ടിലൊക്കെ കല്ല് കളിക്കണുണ്ടോ മുകളിൽ നിന്ന് ഇടിഞ്ഞു വരണോ ഷൂട്ടിംഗ് സ്റ്റോൺസ് ഡേഞ്ചറസ് വീണ്ടും ഇടിഞ്ഞെടുക്കും ഇവിടെ കണ്ടോ ഇതൊക്കെ ഇടിഞ്ഞു വന്ന് കിടക്കണം ഗൈസ് ഏതാ സീനല്ലേ ഇവ റൈറ്റിലത്തെ പാറയുടെ ഒരു കളർ നോക്കി വേറെ തന്നെ മൂഡ് വേറൊരു ഭൂപ്രകൃതിയിലോട്ട് കിടന്നോട്ടെ നമ്മള് വേറൊരു ടൈപ്പ് ഓഫ് ഹിൽസ് ഒക്കെ ആയിപ്പോ ഇതാണ് ലഡാക്കിൽ വണ്ടി ഓടിയും ചടക്കി എന്ന് പറയണേ കാരണം എപ്പോഴും ഒരേപോലത്തെ മലകളല്ല ഫുള്ള് വെറൈറ്റി മലകളാണ് കഴിച്ച് നോക്കി ഈ ഭാഗത്തേക്ക് വന്നിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ഹിൽസ് ആയിട്ടാ ഏതാ മൂട് ഏതാ സീൻ നോക്കിയേ ഏതാ റോഡ് അല്ലേ റൈറ്റ് സൈഡ് നോക്കിയേ ഫുൾ സ്നോ ഹിൽസ് ലെഫ്റ്റ് സൈഡ് നോക്കിയേ വേറെ മൂടി കാർഗിൽ കോൺഗോ സ്വിഫ്റ്റ് ആൻഡ് ഷുവർ റോഡ് രക്ഷയിലാണോ പറയാതിരിക്കാൻ വയ്യ ഫുള്ളി മൂന്ന് റോഡാണ് 90 something kilo 93 Ladakh ഇവിടത്തേക്കൊരു മണ്ണിന്റെ ഒരു കളറൊക്കെ നോക്കി നിങ്ങൾ മണ്ണല്ല മലയുടെ കളറൊക്കെ നോക്കിയേ എന്ത് രസമല്ലേ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അല്ലേ വെറൈറ്റി കളർ അമ്പോ റൈറ്റ് സൈഡ് എന്താ കരിമണ്ണോ ഫുള്ള് കറുത്ത കളറിലുള്ള ഹിൽസാണ് കഴിച്ച റൈറ്റ് സൈഡിൽ സീൻ സാധനം ഡാബർ സാധനം ഏതാ മൂട് കോളിമൂട് അമ്പാടി അല്ലേ the land of Lama Don Bigama. Thank you, visit again. Okay, sure. ഇവിടേക്ക് വന്നപ്പോൾ വേറെ കളറായിട്ടാ ഫുള്ള് വൈബ് തന്നെ കേട്ടോ കളറുകളുടെ ഒരു 5 കളിയാണിവിടെ എല്ലാ കളറിലും ഇവിടെ ഹിൽസ് ഉണ്ട് നീലാകാശം കറക്റ്റാ പച്ചക്കടലിടല്ല പക്ഷെ ചുവന്ന ഭൂമിയല്ല പല നിറത്തിലുള്ള ഭൂമിയാ മൾട്ടി കളർ ഭൂമി ഗൈസ് അയ്യോ റോഡ് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ കിലോമീറ്റർ പട്ടപ്പെട്ടാന്ന് പറഞ്ഞ് കവർ ആവുന്നുണ്ട് ഗൈസ് ഒരു രക്ഷയില്ല നൊമ്പരം അറിയും നാളം നീ ഉള്ളിനുള്ളിൽ മധുവല്ലേ പുഴയിലൊക്കെ വെള്ളത്തിന്റെ കളർ നോക്കി എന്ത് രസമല്ല കാണാൻ അടിപൊളിയുണ്ട് കേട്ടോ പച്ചവെള്ളം പച്ച കളറ് കണ്ടോ നല്ല പച്ച കളറിൽ ഒഴുകണ പുഴ ഐശ്വര്യക്ക് വരുന്ന ഫ്രഷ് വാട്ടർ ബെറ്റർ ലേറ്റ് ദാൻ എവർ ഇവിടെയൊക്കെ നോക്കിയേ നമ്മൾ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ പിടിച്ച് കയറുന്ന സാധനം ഉണ്ടല്ലോ എന്താ പറയുക അതിനെ അത് കൂട്ടിരിക്കണം കേട്ടോ കണ്ട കല്ലുകളൊക്കെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട് ഏതാ സീൻ അയ്യോ വേറെ മല എന്ത് മലയായിരിക്കും നമുക്ക് നോക്കി നോക്കാം അയ്യോ ഫുള്ള് ചെറിയ കല്ലുകൾ കൊണ്ടൊരു മല അല്ലേ നോക്കിയേ അശോ ഇതൊരു സ്ട്രോങ് പൂഴി പോലെ നോക്കിയാ നിങ്ങള് ഈ അറ്റമോളിക്ക് വരാതാട്ടാ ഫുള്ള്
സീനളിയോ മൊത്തം ഈ മല മൊത്തം അങ്ങനെ കേട്ടോ നിക്കണേ, വെറുതെ അല്ലാതെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ആവണ കേട്ടോ. ഒരു ബലമില്ല, ഭയങ്കര എന്താ പറയാ, ഒരു ഉറപ്പില്ലാത്ത സെറ്റപ്പാ ഈ പാറകൾക്കൊന്നും. ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പറഞ്ഞ പോലെ നടക്കില്ല. നമ്മൾ ഇത് കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ പൊടിച്ചു കഴിഞ്ഞാൽ പൊടിയുന്നു. അത്രയും എന്താ പറയാ സ്ട്രോങ് അല്ലാത്തൊരു സംഭവമാണ് കഴിച്ചത്. വെറുതെ അല്ല ഇത്രയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവണേ. റൈറ്റ് സൈഡിലേക്ക് വേറെ തന്നെ ഒരു സ്വർഗം. അയ്യോ അങ്ങ് ദൂരെ കാണുന്ന ഹില്ലൊക്കെ നോക്കി എന്ത് രസമാണല്ലോ, ഇങ്ങനെ ഒഴുകി നിൽക്കണ പോലെ കേട്ടാ. എന്ത് ഭംഗി നോക്കി. നുർല ബ്രിഡ്ജ്. ഏതാ ബ്രിഡ്ജില്ലേ? അയ്യോ കുഴി. അയ്യോ എന്റെ മോനെ, അവിടുത്തെ ഹിൽസിന്റെ ഗ്രേപ്പ് കളർ ഹിൽസ് കിട്ടാ. ഗ്രേപ്പ് കളർ ഒന്നും പറയാനില്ല, ജാതി ഭംഗിയുണ്ട് കാണാൻ. സീന് ഏതാ ബ്യൂട്ടി. അതിന്റെ മുകളിൽ ചെറിയ മറ്റേ വൈറ്റ് കളർ, മറ്റേ ഐസിന്റെ അങ്ങനെ സ്നോയുടെ വൈറ്റ് കളർ കൊണ്ട് വരുമ്പോണ്ടല്ലോ, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗൈസ്. അയ്യോ മണലേ. കണ്ടോ ഈ ഹില്ലിന്റെ കളർ കണ്ടോ, ഗ്രേപ്പ് കളർ ഗൈസ്. നോക്കിയേ, കണ്ടോ നോക്കിയേ, ശരിക്കൊരു ഗ്രേപ്സ് കളറല്ലേ, ഗ്രേപ്പിന്റെ കളർ തന്നെ കറക്റ്റ്. നല്ല രസമായിട്ടുണ്ടല്ലേ കാണാൻ. ലോട്ട് ഓഫ് റൈഡേഴ്സ് ഉണ്ട് ഈ റൂട്ടില്. ഞങ്ങളെ കുറെ പേരൊക്കെ അങ്ങോട്ട് കൊണ്ടും പോണൊക്കെ കണ്ടു. തംസപ്പ് വന്നിട്ട് പോയി കുറെ പേര്. തിരിഞ്ഞപ്പോ ഹില്ലിന്റെ കളർ മാറിയിട്ടാ, വേറൊരു വെറൈറ്റി കളറായി. അവിടേക്ക് പോയി ഏതാ സീന്ന്. ഇത് ഭംഗിയാണല്ലേ. മലയുടെ മുകളിലൊരു പീരങ്കിരിക്കണു കണ്ടോ, മലയുടെ മുകളിലൊരു പീരങ്കിരിക്കണുണ്ടോ. ഇതൊക്കെ എങ്ങനെയാണ് എത്തിക്കണല്ലേ, ബെടാ സാധനം. അയ്യോ ദേ വേറെ സാധനം, വേറൊരു പീരങ്കി കണ്ടോ. ആ മലയുടെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിരിക്കണം ആ മലയുടെ മുകളിലൊരു പീരങ്കി. ടാങ്ക് റോഡിന്റെ കളർ ഉണ്ടോ നിങ്ങള്? കാണുന്ന മലയുടെ സെയിം കളറാട്ട റോഡിന് കണ്ടോ, ഗ്രേപ്പ് കളർ റോഡ് നോക്കിയേ കണ്ടോ. ഏതാ റൂട്ട് വഴി നോക്കി നിങ്ങള്, ഏതാ ഭംഗിയത്. വാവ് 79 കിലോമീറ്റർ. മണാലി 553 കിലോമീറ്റേഴ്സ് ഗൈസ്. പക്ഷെ നമുക്ക് മണാലിയിലോട്ട് ഈ വഴി പോകാൻ പറ്റത്തില്ല, ബൈക്കേഴ്സ് അല്ല ഇവിടെ അല്ല. സ്നോ ഇട്ടിട്ട് വേണം പോകാൻ. അത് 4 വീൽസിന് സ്നോ ഉള്ള വണ്ടികളും ചെയിൻ ഇട്ടിട്ട് വേണം പോകാൻ, സ്നോ ആയതുകൊണ്ട്. ഓക്കെ
സ്മൂത്ത് റോഡ് ഫോർ സ്മൂത്ത് റൈഡ്. താങ്ക് യു BRO. എൻ്റെ മോനെ ആ ഹില്ലിൻ്റെ അതേ കളറാട്ടോ റോഡിന്, ഒരു ഗ്രേപ്പ് മെറൂൺ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് കളറാട്ടോ. എന്ത് ഭംഗിയാണല്ലേ. ഇവിടത്തേക്ക് ഒരു സിറ്റുവേഷൻ നോക്കിയേ, വളരെ ഡേഞ്ചറസ് ആയിട്ടാ ഈ പാറയൊക്കെ നിൽക്കണേ. ഷൂട്ടിംഗ് സ്റ്റോണിൻ്റെ ഏരിയ ആണത്. സീന് ഒരു പാറയുമ്പോൾ തന്നെ എത്ര കളറാ നോക്കിയേ. ഇതൊക്കെ വീടൊക്കെ നോക്കിയേ. സീൻ ലാൻഡ് സ്ലൈഡിൻ്റെ കേസില് വൺ സീനാണ് ഗൈസ്, ഒന്നും പറയാനില്ല. എപ്പോഴാണെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാന്ന് പറയില്ലേ, ആ ഒരു മുള നിൽക്കണമെങ്കിൽ ഈ പാറയൊക്കെ സീനാ. നമ്മളങ്ങനെ ടോപ്പിലെത്തി സുഹൃത്തുക്കളെ. ഏതാ മൂട്, റൈറ്റ് സൈഡൊക്കെ നോക്കിയേ. സീന് ലെഫ്റ്റ് സൈഡും ഉണ്ട് കേട്ടോ. ആർമിക്കാരുടെ വണ്ടി നോക്കിയേ, ടാങ്കേഴ്സ്. വാവ്, സ്ട്രെയിറ്റ് റോഡാണ് ഗൈസ്, നോക്കിയേ. മക്കളെ ഏതൊരു രസം, സീൻ തന്നെയല്ലേ, ബ്യൂട്ടി. നമ്മൾ മറ്റേ ഡെസേർട്ടിലൊക്കെ വണ്ടി ഓടിക്കണ പോലെ ഫീൽ ചെയ്യില്ലേ? ഞാൻ ഡെസേർട്ടിൽ ഓടിച്ചിട്ടില്ല, എന്നാലും നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണുമല്ലോ, അതേപോലത്തെ ഒരു ഫീലല്ലേ. നോക്കി ഡെസേർട്ട് ഡൂൺസ് ഒക്കെ പോലെ കാണില്ലേ ഫ്രണ്ട് മുകളിലത്തെ. ഓ റൈറ്റ് സൈഡിൽ ആർമി ക്യാമ്പാട്ടാ, ഏത് ഭംഗിയില്ലേ. അല്ലേ 48 കിലോമീറ്റർ, കർത്തുങ്കല 66 ആണ് എത്ര കറക്റ്റ്, അവിടെ മാഞ്ഞു പോയിക്കണം ഗൈസ്. നമ്മളങ്ങനെ പോയപ്പോൾ മാഗ്നറ്റിക് ഹിൽ എത്തിയിട്ടാ. മാഗ്നറ്റിക് ഹിൽ നമ്മളെ ഹിമാലയം നിർത്തി നോക്കി, ഒരു രക്ഷയില്ല, കയറൊന്നുമില്ല. അല്ല കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ഗൈസ്. അത് ടോപ്പിലൊരു പമ്പ് നോക്കിയേ, സീന്. മാഗ്നറ്റിക് ഹിൽ ഞാൻ കൊണ്ട് നിർത്തി നോക്കി, പക്ഷെ രക്ഷയില്ല, നമ്മുടെ വണ്ടി ബാക്ക് പോവാ. അയ്യോ റോക്കിന്റെ കളർ നോക്കിയേ, വൈറ്റ് കല്ല് ഗൈസ്. ഏതാ സീൻ, വേറെ തന്നെ സീൻ. ആഹാ സൺലൈറ്റ് അടിക്കണമെങ്കിൽ എന്ത് ഭംഗിയെന്ന് പറയാം, സൺലൈറ്റ് അടിക്കുമ്പോൾ മൊത്തം കാണാൻ. ഓ ഏതോ വണ്ടി ഇടിച്ച് പോയിട്ടില്ല അവിടെ ലെഫ്റ്റില്, ബാരികാടൊക്കെ ഇടിച്ച് പൊളിഞ്ഞു കൊടുക്കുന്നുണ്ട്. വക്കീട്ടിലിനൊരു മൊണാസ്ട്രി ഗൈസ്. ആറ്റിറ്റ്യൂഡ് 11,533. പക്ഷെ എന്ത് ഭംഗി നോക്കി നിങ്ങൾ, ആ ഭാഗത്തേക്കൊക്കെ നോക്കി നിങ്ങൾ, തോന്നുന്നത്
പിരമിഡ് പോലെ ഇരിക്കണില്ല അത്. എന്ത് രസമല്ലേ. ഹിമാലയൻ കിങ്ഡം. നേരെ കാണുന്ന ഒരു കാഴ്ച നോക്കി, സ്ട്രെയിറ്റ് റോഡ്, അങ്ങ് ദൂരെ കുറെ മഞ്ഞുമലകൾ. റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന മഞ്ഞുമല കേട്ടോ. നോക്കി എന്ത് രസമല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരും കാണിക്കണമെന്നുണ്ട് ഗൈസ്. വെക്കാണെന്നുണ്ട് ഇനി വരുമ്പോ കാറിൽ അച്ഛനും അമ്മേനെ അനിയനെയൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം ഈ കാണുന്ന കാഴ്ചകളെല്ലാം. എന്ത് രസമാണ് അല്ലേ. ഒരു രക്ഷയില്ല ഗൈസ്. ഒരു സാധനം നോക്കിയേ, എൻ്റെ മോനെ കിടിലൻ കോപ്റ്റർ. എന്ത് വലിയ കോപ്റ്റർ അല്ലേ. മറ്റേ ഫൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യണ പോലത്തെ സാധനം ഉണ്ടോ. പെട്ട സാധനം. പിന്നെ ബ്ലേഡൊക്കെ നിൽക്കണ നോക്കിയാൽ എമ്മാര് വലിപ്പോന്ന്. സംഭവം വർക്കിംഗ് ഒന്നല്ല, നാശമായ സാധനമാണ്. അതെ 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 അതെ. അതിൻ്റെ അപ്പുറത്തൊരു ഫൈറ്റർ ജെറ്റ് ഉണ്ട് കേട്ടോ. കറക്റ്റ്. പന്നി അതിന് മുമ്പിൽ കൊണ്ടുപോയിട്ടാ. പന്നി അതിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ്. യെസ്. എന്ത് സാധനം നോക്കിയേ, ജങ്കാർ സാധനം കേട്ടോ. ഭീകരൻ. ഊഫ്. അതിൻ്റെ അപ്പുറത്തൊരു ഫൈറ്റർ ജെറ്റും കിടക്കുന്നുണ്ട് കേട്ടോ. ഫൈറ്റർ ജെറ്റിനേക്കാളും വലിപ്പുണ്ട് ഈ കോപ്റ്ററിന് ഗൈസ്. ഏതാ മൂട് സീൻ സാധനം. ഉള്ളിൽ എടാ വണ്ടി ട്ടാ. ലെറ്റ്സ് മൂവ്. കണ്ടോ അപ്പുറത്തൊരു ഫൈറ്റർ ജെറ്റും കിടക്കുന്നുണ്ട്. എവിടെ കിടക്കണു എന്താ ടേമി ദിസ് കൈസോ. നമ്മളപ്പോ ലേ എത്തിണ്ട് കേട്ടോ. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ലേ എത്തി. ഇതൊക്കെ ലേ തന്നെ. ലേ SCT ലഡാക്ക്. കൊറേ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ലോട്ട് ഓഫ് റൈഡേഴ്സ് ഉണ്ട്. ഇഷ്ടം. സീൻ ടാങ്ക് ഇരിക്കണമെങ്കിൽ വലിയ ടാങ്ക് കണ്ടോ. വലിയ ടാങ്ക്. പഴയ ജീപ്പിന്മേ പീരങ്കിയൊക്കെ വെച്ചിട്ട് നോക്കിയേ. ഹാൾ ഓഫ് ഫെയിം. ഹാൾ ഓഫ് ഫെയിം കുറേ ഉണ്ട് കേട്ടോ. ഹിമാലയൻ മോട്ടോർ സ്പോർട്ട്. ഇത് ഇവരുടെ ഈ പോണ റൈഡേഴ്സിൻ്റെ മറ്റേ ബാക്കപ്പ് വേനാവുന്നുണ്ടോ അത്. നമുക്കിനിപ്പോൾ റൂം വരുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ റൂം കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കി ജവാന്മാരുടെ സംഭവങ്ങൾ കേട്ടോ. മരിച്ചുപോയ ആൾക്കാരുടെ. അറുത്തുങ്ക 51 കിലോമീറ്റർ ഉള്ളല്ലോ. സെറ്റ്. ലേ ലഡാക്ക്. നമുക്ക് ലേ മാർക്കറ്റ് സൈഡിൻ്റെ അവിടേക്ക് പോയേക്കാം. അതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടി ചീപ്പായിട്ട് റൂംസൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ എയർപോർട്ട് സൈഡ് ആയതുകൊണ്ടേ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഇവിടുത്തെ റൂംസിനൊക്കെ. പീപ്പിൾ ഓഫ് ലഡാക്ക്.
border road organization project Vijay in service of people of Ladakh. ഇവിടെ എന്തോരം ഹൈലൈറ്റ്സ് ആണെന്നറിയോ? ലോട്ട് ഓഫ് ഹൈലൈറ്റ്സ് ഉണ്ട് ഇവിടെ ഒരുപാട്. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് അതിൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ട് റൂമിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ബൈ.